പൊട്ട ഇത് തേച്ചിട്ട് ഇത് കാണുന്നില്ല ഗൈസ്. അത് ഞാൻ കുറേ യൂസ് ആക്കിന് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണേ അത്ര കുറച്ച് തിക്കാക്കണം കേട്ടോ. അല്ലാ ഇപ്പൊ എന്താക്കും ഇതിനെ മറിച്ചിട്ട് എനിക്ക് ഈച്ച വരുന്നില്ലത്. എന്നെ തിന്നോ? ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. സോ ഇന്നത്തെ വ്ലോഗ് വന്നിട്ടുണ്ടല്ലോ. ഇന്നായിരിക്കും എന്നെ കുറച്ച് സ്കിൻ കെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസമായി സ്കിൻ കെയർ ഒന്നും ആക്കാതെ അന്നാക്കിയിട്ട് ഞാൻ വ്ലോഗ് ഇടുമ്പോൾ അപ്പോൾ ആക്കിയത്. അപ്പോൾ ഇന്ന് കുറച്ച് സ്കിൻ കെയർ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് കണ്ണാപ്പിയായിട്ട് എന്തിനു വന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. സംഭവമൊന്നുമില്ല ഗൈസ്. എന്താ അറിയില്ലേ, ഞാൻ മുമ്പ് സ്പെക്സ് യൂസ് ആക്കുന്നുണ്ടായിരുന്നല്ല. സോ ഞാൻ മറ്റേ ചില ഇടിച്ചാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആവശ്യം അത് വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. പിന്നെ ഞാനത് മൈൻഡാക്കിയിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യാക്കുന്നുണ്ടായിട്ടാ വിട്ടിട്ടുണ്ടായിന്. അതന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് 2 ദിവസം യൂസ് ആക്കും പിന്നെ മൂലക്ക് ഇടുന്നു. പിന്നെ ഒരിക്കൽ ഇവിടെ കേച്ചമ്മിൻ്റെ അവിടെ ഒരിക്കൽ കൺസൾട്ടേഷന് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ. അങ്ങനെ നേരെ അവിടെ പോയിട്ട് ആകുമ്പോഴത്തേക്ക് കാഴ്ച ശരിയായിട്ടുണ്ട്. സോ പവർ അധികം ആകുന്നത് എനിക്ക് എന്താ പറയുക തലവേദന അധികം വരുന്നത് കേട്ടോ വെക്കുമ്പോൾ. സോ ഇത് വെച്ചിട്ടാകുമ്പോൾ അറിയില്ല, 2 ദിവസമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് വെച്ചിട്ട് നോക്കണം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര കംഫർട്ട് കേട്ടാ. പക്ഷെ ഞാൻ ചെറുത് ഇത് വലിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ആക്കാൻ കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കളിക്കാട്ടോ. ഞാൻ വന്നത് എന്തിനു സ്കിൻ കെയർ ആക്കാനല്ലേ. ഞാൻ ഈ സ്പെക്സിൻ്റെ കഥ പറയുന്നത്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ സ്പെക്സ് നമുക്ക് മാറ്റിയേക്കാം. ഓക്കെ, സ്പെക്സ് വെച്ചിട്ടാകുമ്പോൾ ആ പാങ്ങ് ഇല്ലാതപ്പോൾ പാങ്ങെന്ന് വെച്ച് കമൻറ്റ് ആക്കണം കേട്ടോ. ഏത് രണ്ടിലും എത്ര ഡിഫറൻസ് അല്ലേ ഞാൻ. പക്ഷേ ഫസ്റ്റ് നമുക്കുണ്ടല്ലോ ഐസ് ക്യൂബ് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തിട്ട് വരാം. അങ്ങനെ ഐസ് ക്യൂബ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഇങ്ങനെ ഐസ് ക്യൂബിന് വേണ്ടിയിട്ടൊരു ടൂൾസ് വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ അത് കാണുന്നില്ല ഗൈസ്. അത് ഞാൻ കുറേ യൂസ് ആക്കിന് കേട്ടോ. പിന്നെ ഞാൻ സ്കിൻ കെയർ എല്ലാം നിർത്തി. അങ്ങനെയല്ല. അപ്പോൾ എന്ത് കോൾഡ് കുറേ ദിവസമല്ല ഐസ് ക്യൂബ് ഒന്നും ഇതാക്കാതെ നല്ല പാങ്ങിൽ എടുക്കട്ടെ. ഞാൻ ചെറിയത് എടുത്തിട്ടു. പിന്നെ ഏതിൽ ഇതാക്കുന്നതെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. മുമ്പ് ഞാൻ പ്ലാൻ ആക്കിയിട്ടാ വെത്ത് ഏത് കൊണ്ട് സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ പ്ലാൻ ഇടാതെ വന്നിട്ടുള്ളത് ഗൈസ്. എന്തിൽ ചെയ്യും ഞാൻ. അരിപ്പൊടിയിൽ കുറേ ഇതാക്കി. പക്ഷേ എനിക്ക് അരിപ്പൊടിയിൽ ഭയങ്കര റിസൾട്ട് കേട്ടോ. എന്തെന്നറിയില്ല. അതിനിടയിൽ അയ്യാന് വന്നത് ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഐസ് ക്യൂബ് ഇത്തൊക്കെ എത്തിയിട്ടാ യൂസ് ആക്കിയിട്ട്. എനിക്ക് അപ്പോൾ ടി വി മാറ്റുന്നത്. ഇപ്പം ടി വി ഓൻ തന്നെ മാറ്റും, പക്ഷേ ഫുള്ള് ബാക്കോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ 10 തൊട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഇടിച്ചിട്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, അതിനിടയിൽ സ്റ്റോറേജ് ഫുള്ളെന്ന് വന്ന് അത് ഡിലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് ഏത് ഇത് യൂസ് ആക്കിയിട്ട് പാക്ക് ആക്കണം പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ, സോ കണ്ണിൽ കുറച്ച് നേരം വെക്കാം. കണ്ണിൽ വെക്കാം നല്ല ശ്വാസം. ഹാഷ് പിന്നെ പോയിപ്പിച്ചിട്ടാ ടി വിയിൽ. ഇപ്പോൾ വിളിക്കും മീനാക്കും. എനിക്ക് കഴിഞ്ഞില്ല ചിക്കനെ ടി വി ശരിയാക്കിയിട്ട്. ഇന്ന് എന്തുകൊണ്ട് പാക്കാക്കുക അതാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത്. അതിനിടയിൽ ആരെയും മുത്താണി മിട്ടി മിക്സ് ആക്കിയിട്ടാക്കിയാലോ. ഓക്കെ അല്ലേ? ഇതുവരെ ആക്കിയിട്ട അറിയില്ല. എനിക്ക് ഇത്ര ഇതെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഭയങ്കര മാറ്റമായിട്ട് ഫീൽ ആവട്ടെ. അതുകൊണ്ട് ഫൈനലി എൻ്റെ ഐസ് ക്യൂബ് എത്തിയിരുന്നു ഗൈസ്. ഇനി നമുക്ക് പാക്ക് ആക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. ഇത് വെച്ചിട്ടാകുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്ത് രസം എന്നറിയോ. പാക്ക് ആക്കുന്ന വേണ്ടെന്ന് തോന്നി. ഇതന്നെ വെച്ചിട്ടാകുമ്പോൾ ഒരു കുറച്ച് ഫ്രഷ് ആയിട്ട് ഫീൽ ആവും. അങ്ങനെ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ചെയ്യാം എന്തായാലും ഉണ്ടെന്ന് നോക്കാമല്ല. എന്തുണ്ട്? കോഫി പൊടിയുണ്ട്, പാലുണ്ട്, ലെമൺ ഉണ്ട്. കോഫിപ്പൊടിയും ലെമനും വേറെന്ത് യൂസ് ആക്കാം.
കസ്തൂരി മഞ്ഞളുണ്ട്. സോ ഗൈസ്, തപ്പുമ്പോൾ ഓരോരോ സാധനം കിട്ടിയിട്ടാ. കസ്തൂരി മഞ്ഞപ്പൊടി ഉണ്ട്, അത് കണക്ക് കോഫി ഉണ്ട്, ലെമൺ ഉണ്ട്. കോഫി ലെമനെ ഒന്നിച്ച് യൂസ് ആക്കി കൂടെ ഒന്ന് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ട്രൈ ആക്കി നോക്കാം. ഓക്കെ, കുറച്ചേ എടുക്കുന്നത്. അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുത്തോ കേട്ടോ. ഞാനങ്ങനെ ഒന്ന് അയ്യോ ആവശ്യം ഉണ്ടായത്ര എടുത്തോ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളത്. ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഇടുന്നുണ്ടാവും. എവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതെന്ത് അങ്ങോട്ട് പോയിക്കാം. സോ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ലെമൺ ഇടാം. അതിന് മുമ്പ് ഈ കുരു ചാടാല കുറച്ചാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾ ഇട്ടത് കുറച്ച് എടുക്കുന്നുള്ളത്. ഈ സാധനം ഏടുണ്ടെങ്കിൽ അടന്നെ വെച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഈ ഒരു സാധനം ഒരു സ്ഥലത്ത് ഉണ്ടാവും, അത് വേറെ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഇത് എവിടെ എടുത്തിന് അടന്നെ വെക്കണം, എന്നാൽ ഒരു സമാധാനം കിട്ടും നോക്ക്. എല്ലാം ഭയങ്കര ഇടുങ്ങേറായിരിക്കും. അങ്ങനെ ഇതെല്ലാം വെച്ച് നെക്സ്റ്റ് പാലിൽ മിക്സ് ആക്കാൻ തോന്നുന്നല്ലേ. എന്തിനു നമ്മൾ പാലുണ്ടായിട്ട് ഇത് ലെമൻ്റെ ജ്യൂസ് ആകുമ്പോൾ അത് ഏകദേശം ഇതായിട്ടാ. കുറച്ചാക്കുന്നുണ്ടല്ലേ, അത്രയും മതി. നെക്സ്റ്റ് എന്തിടണം? മതിയാ എന്തോ അല്ലേ, മിക്സാക്കി കൊടുക്കുക. ഞാൻ ഇതിനിടയിൽ എന്തോ ചിന്തിച്ചു പോയി കേട്ടാ. എന്തോ ഇടാൻ ഓർമ്മയായി, പക്ഷെ മറന്നുപോയി. എന്തായിരിക്കും ആ സാധനം? സ്മെല്ല് ഡിഫറൻസ്. മഞ്ഞപ്പൊടീൻ്റെ കോഫീൻ്റെ രണ്ട് മിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, മിക്സാക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ ആയിട്ടാ. കുറച്ച് ഇത് കൂടി പോയി. എന്തോ എന്ത് പാലത്തേ ഇട്ടിച്ചു. ലെമൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നതാ. സോ മതി, ഉള്ളത് കൊണ്ട് ഒപ്പിക്കാം. എന്ത് ഡയലോഗ്? ഉള്ളത് കൊണ്ട് ഓണം. അത് കണിക്ക ഉള്ളത് കൊണ്ട് അവൻ്റെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് ഷാള് നമുക്ക് പണ്ടത്തെ കണിക്കാക്കി നോക്കിയാലോ. യെസ്, എങ്ങനെയുണ്ട്? നമുക്കിനെ തേക്കാട്ടാ. ആ പ്ലേ ഫുള്ള് നിങ്ങൾക്ക് എത്ര വേണേ അത്ര കുറച്ച് തിക്കാക്കണം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമായി പോയി. ആ കിച്ചണിൽ തന്നെ ഉണ്ടായിന്. അയ്യോ വെരി നൈസ്. ആ കിച്ചണിൽ തന്നെ ഉണ്ടായിന്. അപ്പം ഞാൻ കുറച്ച് കോഫി പൊടി എന്തെങ്കിലും കിട്ടാൻ മതിയായിരുന്നു. ആടിയും ഉണ്ടായിന്. ഞാനിപ്പോൾ ഒരാഴ്ച എന്തായാലും ലാസ്റ്റ് ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ആക്കിയത് അപ്പം കേട്ടോ. ഞാൻ സ്കിൻ കെയർ ആക്കിയിട്ടും മുമ്പ് എൻ്റെ ഉമ്മ ഉണ്ടല്ല, ഉമ്മ ഇടില്ല, പക്ഷെ എനിക്കെന്തല്ലോ ഫേസ് പാക്ക് ആക്കി തരും കേട്ടോ. പണ്ടേ ആക്കി തരും. ഞാൻ ഇടാൻ ഇഷ്ടമില്ല, ഞാൻ പറഞ്ഞുകൊണ്ട് പോകും. അതിനുമ്മ ചെറുത്തിനാകുമ്പോൾ എന്തിനെല്ലാം തല്ലെന്നറിയാം. നമുക്ക് കിട്ടിയതിനും തൊട്ടതിനും പിടിച്ചതിനെല്ലാം തല്ലെന്നെ. അതാണ് ഞാൻ തല്ല് വാങ്ങാൻ മാത്രം ജനിച്ചെന്ന്. ഇപ്പം പിന്നെ കുറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനൊക്കെ തല്ലെല്ലാം വാങ്ങുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇടയ്ക്കിടെ കിട്ടും, നല്ല ഭംഗി കിട്ടും. മറ്റാൽ തച്ചാലും അവന് ഭയങ്കര കെയറിങ് ആക്കും കേട്ടോ. അതെല്ലാവരും ആക്കും, അത് വേറെ കാര്യം. പണ്ടത്തെ ലൈഫല്ല എന്തല്ലേ. ഞാൻ കുറച്ച് എടുത്തിട്ട് എന്നിട്ട് കുറേ ബാക്കിയായിട്ടാ. പക്ഷെ ഇതിപ്പോൾ കുറച്ച് വെള്ളമായി പോയിന്നേ ഉള്ളൂ. ഇങ്ങനെ അപ്ലൈ ആക്കുമ്പോണ്ടല്ലോ ഗിർ വന്നിട്ട് കോഫി പൊടിൻ്റെതെന്തോ ഫുള്ള് കണ്ട. ഫസ്റ്റ് അപ്ലൈ ആക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടാ. ഇപ്പം അപ്ലൈ ആക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതാരാ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ പിന്നെ അപ്ലൈ ആക്കിയ റിസൾട്ട് കിട്ടിയ പിന്നെ അല്ലേ കാണിച്ചിട്ട്.
ഇതാരാ നോക്കിയേ ഞാൻ എങ്ങനെ ഉണ്ടായാൽ ഞാൻ ഇപ്പം എന്താ കാണിച്ചത് എന്തോന്ന് കാണിച്ചു കൂട്ടി അത്രയാണ് ഡാർക്ക് സർക്കിളെല്ലാം പൊട്ടാ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ ഇപ്പം പിന്നെ എൻ്റെ പൊന്നെ ഈ രാത്രി എല്ലാം ഇടിച്ചാക്കുന്നല്ലേ ഇരുന്നിട്ട് രാത്രിയും രാവിലെയും പകലും രാത്രി പറഞ്ഞ എനിക്ക് ഫുള്ള് ഇതന്നെ എന്ത് എഡിറ്റിങ് ഇതെന്ത് എൻ്റെ ചെവിന് കളർ ഈ കളറൊക്കെ ചെവിന് ഇടുന്നുണ്ടെങ്കിൽ ഇടാട്ടാ നെക്കിന് ഇടുന്നുണ്ടെങ്കിൽ ഇടാം കൈക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടാം ഏടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടെ ഇടാട്ടാ സോ ഇത് ഞാനൊന്ന് കൈയെല്ലാം വാഷാക്കിയിട്ട് വരാം ഓക്കെ ഓക്കെ ഗൈസ് അനക്ക് എന്നെ കണ്ടിട്ട് തന്നെ പേടിയാന്നല്ല പഠിച്ചോനി ഇപ്പം ആരെങ്കിലും വന്നിട്ട് ബെല്ലടിച്ചെങ്കിലേ എൻ്റെ എല്ലാം പോകും എപ്പോഴും ഞാൻ അപ്ലൈ ആക്കിയിട്ട് 2 മിനിറ്റ് ടിങ് ടിങ് ഫസ്റ്റ് ലോക്കാക്കിയിട്ട് ലോക്കാക്കിന് പക്ഷെ മുകളിൽ ലോക്കാക്കിട്ടാ അല്ലാ ഒരു കോമഡി ഉണ്ട് അല്ലാ എന്തായിന്നറിയോ ഞാൻ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടതെല്ലാം തോന്നി നോക്കി കൈ ഫുള്ള് മഞ്ഞള് അല്ലാ ഇത് മുഖം ഫുള്ള് മഞ്ഞളായിരിക്കോ പൊട്ട ഇത് തേച്ചിട്ട് ഇനി മഞ്ഞ കളറായിരിക്കോ ഞാൻ എൻ്റെ ഉമ്മ ചോദിക്കുന്നുണ്ടെങ്കിൽ മീശ ഒന്നും എനിക്കില്ല മീശ ഓൾറെഡി ഉണ്ട് മീശ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് മീശ വെത്തിക്കേണ്ട ആവശ്യമില്ല ഉമ്മ ഞാൻ 100 ദിവസത്തിനാണ് ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം എന്താ മഞ്ഞായിട്ടുണ്ട് പക്ഷെ അപ്പം ഞാനൊന്ന് തേച്ചിട്ടുണ്ടായിട്ടാ അപ്പം എന്നെ മനസ്സിലാവുന്ന അതിന് മഞ്ഞപ്പിത്തായ തടിയിനുള്ളിൽ മഞ്ഞപ്പിത്തായ അങ്ങനെ ഇങ്ങനെ എന്നല്ല പറഞ്ഞിട്ട് ടെൻഷനായിട്ടാ എന്താ ഞാനിപ്പം വരും പക്ഷെ അപ്പം ഞാനൊന്ന് തേച്ചിട്ടുണ്ടായിട്ടാ ഇപ്പം എന്താ അറിയലേ ഇപ്പം ഞാൻ മഞ്ഞാവും കയ്യൊക്കെ അല്ലാ ഇപ്പം എന്താക്കുന്നേ ഇതിന് എന്താ മോനെ ഞാൻ വെച്ചരില്ല അനക്ക് കയ്യാ എത്ര നേരമായിന്നറിയോ ഞാൻ ഇത് ചെയ്യുന്നേ വരാ അതിനിടയിൽ അയ്യന് വന്നിട്ട് ടി വി മാറ്റിപ്പിച്ചിട്ടാ ഇനി ഇത് ഉണങ്ങുന്നവരെ നിൽക്കണം ഉണങ്ങുമായിരിക്കും അല്ലേ ഉണങ്ങി ഇപ്പം ടെൻഷൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഉണ്ടല്ലോ ഉണങ്ങണം എന്താ വെച്ചെങ്കിൽ മഞ്ഞനും മുഖത്തിലുണ്ടാവും അത് പൊയ്പ്പിക്കാൻ ഞാൻ എന്താക്കും മഞ്ഞ കാണുന്നുണ്ടല്ലേ ഞാൻ മഞ്ഞ കളറല്ല മഞ്ഞ ഉണ്ടല്ലേ എടുത്തിട്ട് കാണുന്ന ഈ മീശ അല്ലേ എല്ലാവരും ചോദിക്കുന്നു മീശ ഉണ്ടല്ലോ പക്ഷെ എനിക്കുണ്ടല്ലോ ഇഷ്ടമില്ല കേട്ടാ എനിക്ക് ഹൈബ്രോ ആക്കുന്നത് ഒരിക്കൽ ഞാൻ ഇക്കറോട് പറഞ്ഞിട്ടുണ്ടായിനി എന്തോ ഫംഗ്ഷന് ഇക്കൊക്കെ ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ല കാരണം വേണ്ടാന്ന് ആരോ വേണമെങ്കിൽ കട്ടാക്കിക്കോ പക്ഷെ ഇതൊന്നും എന്താ ഹൈബ്രോ ഒന്നും ആക്കേണ്ടത് പിന്നെ വിചാരിക്കും ഫേസ് ഫുള്ള് ഹെയർ റിമൂവ് ആക്കാൻ പക്ഷെ അതിനും പേടിയാന്ന് കേട്ടാ ഇനി എടുത്തിട്ട് പിന്നെ കുറേ എണ്ണം വന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ചെറുതിൽ ഞങ്ങൾക്ക് മീശയുണ്ട് അതെന്തുകൊണ്ടെന്നറിയില്ല അല്ലാ ഇനി ഉണങ്ങുന്നവരെ ഞങ്ങൾക്ക് സബറുണ്ടായില്ല എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെൻഷനായിരിക്കും ഈ മഞ്ഞ കളർ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് വീട് നോക്കാമല്ലോ മഞ്ഞ കളർ ഉണ്ടപ്പം മനസ്സിലാവുന്നില്ല നമുക്ക് എന്തെങ്കിലും ഉണങ്ങിയിട്ട് നോക്കാല്ലേ അതുവരെ വെയിറ്റ് ആക്കാം ഗായ്സ് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത് മുമ്പ് ഇതിനെ മനസ്സിലെനിക്ക് ഈച്ച വരുന്നില്ലത് എന്നെ തിന്നോ ഇനി മുഖം മാറോ അതല്ല എന്താണെന്നറിയോ പണ്ട് ഭയങ്കര വൈറലായ ഒരു ഫേസ് പാക്കില്ലേ ഈ കോഫി പൊടിയും മുട്ടയും ടിഷ്യൂ എല്ലാം വെച്ചിട്ട് അതൊരിക്കൽ ആക്കണമെന്ന് വിചാരിച്ചിരുന്നേ ട്രെൻഡെല്ലാം കഴിഞ്ഞല്ല എന്നാലും ഇതാക്കുന്നു പക്ഷെ മുട്ട ആയതുകൊണ്ട് എന്തെന്നറിയില്ല മനസ്സിരുന്നില്ല അത് ടിഷ്യൂ എല്ലാം വെച്ചിട്ട് ഇപ്പം ഇതിൻ്റെ മണ്ണെണ്ണ സഹിക്കാൻ പറ്റുന്നില്ല കോഫി പൊടീൻ്റെ ഇനി മുട്ടലിട്ടിട്ട് വേറെ എന്തെങ്കിലും പാക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നാൽ മതി
സോ ഞാൻ ട്രൈ ആക്കൂട്ടാ, ഇൻഷാല്ലാ ഞാൻ ട്രൈ ആക്കും. പെരക്ക് ഉള്ളതിന് വെച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പെരക്ക് ഉള്ളത് തന്നെ ഞാൻ ഒപ്പിച്ചിട്ടാണ് ഇടുന്നില്ലത്. ഇല്ലെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞോ. സോ അതിലേതെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് പാക്ക് ആക്കാം. ഓക്കെ, ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഗൈസ്. അപ്ലൈ ആക്കുന്നില്ല, ഇത് ഉണങ്ങുന്നവരെ നിൽക്കണമല്ല. ഞാൻ പറയും 10 മിനിറ്റ് നിൽക്കണം, 20 മിനിറ്റ് നിൽക്കണമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ കേട്ടാ. ഇത് ഉണങ്ങുന്നവരെ എനിക്ക് സബർ ഉണ്ടായില്ല. ഇങ്ങനെ ഗമ്മ് ഇങ്ങനെ ഒട്ടുന്ന കാണിക്കുന്നുണ്ട് കണ്ണ്. അപ്പം എന്തെങ്കിലും ഉണങ്ങിട്ടിട്ടാ എന്നിട്ട് കാണാം ഗായ്സ്. ഉണങ്ങിയിട്ടാ ഇനി നമുക്കിത് വാഷാക്കാം. ഓക്കെ, നല്ല പാങ്ങിലിങ്ങനെ വെക്കാം. ഓക്കെ, എൻ്റെ മുഖം കഴുകാം. മഞ്ഞ കളർ ഉണ്ടോ? ഒന്നോ മഞ്ഞ കളർ ഉണ്ടല്ലേ. അയ്യോ, ഇനി ഡിഫറൻസ് ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ ഇങ്ങനെ പറയണം കേട്ടോ. ഉണ്ടോ അല്ല നേരത്തെ കാണിക്കാനുണ്ടാ? പക്ഷെ മഞ്ഞ കളർ ഇല്ലാട്ടാ. എൻ്റെ പൊന്നെ, ഞാൻ നെട്ടിട്ടുണ്ടായിനി. നിങ്ങൾ ചിന്തിച്ചോക്കെ, മഞ്ഞ കളർ മാത്രമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ആക്കിയിട്ട് പോകണം നമുക്ക്. ഇല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഡിഫറൻസ് ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നോക്കാൻ. പക്ഷേ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതേ എനിക്ക് നെക്സ്റ്റ് എന്തെങ്കിലും വ്ളോഗിൽ സ്കിൻ കെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതിനകത്ത് സ്പെക്സ് വെക്കാം നമുക്ക്. ഹായ് സുന്ദരി അല്ലേ ഉണ്ട് കേട്ടാ. സോ എന്ത് പറയല്ലേ, ഇനി നെക്സ്റ്റ് വ്ളോഗ് നിങ്ങൾക്ക് ഉണ്ടല്ലോ സ്കിൻ കെയറിനത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യും. ഇൻഗ്രീഡിയൻസും പറയാം, ഏത് വെച്ചിട്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബായ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് മൈക്ക് വെച്ചിട്ട് ഗൈസ് വ്ളോഗ് എടുക്കുന്നില്ലത്. അപ്പം എന്താ പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും മറക്കല്ല കേട്ടോ. അപ്പോൾ ബായ്.